സന്തോഷ് ചേച്ചിക്കാതിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥയുണ്ട്. ഹാജിയാരുടെ പേരക്കുട്ടിയുടെ കല്യാണമായിരുന്നു. വസുമതിയിലുള്ള ബിരിയാണിയാണ് വെച്ചത്. വസുമതിയിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ബീഹാറിൽ നിന്ന് അവന്ന് വെള്ളൂറി. ഗർഭിണിയായപ്പോൾ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു വസുമതി ചോറ് കഴിക്കണം. വെല്ല ചോദിച്ചപ്പോൾ താങ്ങിയില്ല. 50 രൂപ മൗളകയിൽ വെച്ച് കൊടുത്തു. കുറേ നേരം മണപ്പിച്ചു. കുറച്ച് വായിലേക്ക് വെച്ചു. ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലൂടെ നീരുറ്റുറ്റി വീഴുന്നുണ്ട്. തുടക്കാൻ ശ്രമിച്ച് അവൾ സമ്മതിച്ചില്ല. അതവൾ ആസ്വദിക്കുകയാണ് അത്രേ. ഹാജിയാരുടെ മാനേജറോട് 350 കൂലി പറഞ്ഞു. 250 ഉറപ്പിച്ച് 6 അടി നീളവും വീതിയുള്ള വലിയ കുഴി കുത്തണം. കുഴികുത്തി കഴിഞ്ഞപ്പോൾ ബിരിയാണി കൊണ്ട് തട്ടാൻ തുടങ്ങി. ദമ്മ് പൊട്ടിക്കാതെ 2 ചെമ്പ് ബിരിയാണി കൊണ്ട് തട്ടി. ചവിട്ടി താത്താൻ പറഞ്ഞു. ബിരിയാണി ചവിട്ടാൻ തോന്നിയില്ല. വസുമതിയുടെ ബിരിയാണി ആജ്ഞാപിച്ചപ്പോൾ ആഞ്ഞ് ചവിട്ടി. വസുമതിയുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടി. കുഴിയിട്ട് മൂടുമ്പോൾ പേരക്കുട്ടി ചോദിച്ചു, എവിടെയാണ് വീട്? ബീഹാറിൽ. വീട്ടിൽ ഭാര്യ, കുട്ടികൾ, ഒരു മോള്. കുട്ടികൾ, ഒരു മോള്. എന്താ മോളുടെ പേര്? വസുമതി. എന്താ മോളുടെ പേര്? വസുമതി. നിക്കാഹ് കഴിഞ്ഞാണോ? അല്ല. എന്താ നിക്കാഹ് കഴിയാത്തെ? മരിച്ച്. എന്താ നിക്കാഹ് കഴിയാത്തെ? മരിച്ചു. എങ്ങനെയാണ് മരിച്ചേ? വിശന്നിട്ട് പട്ടിണി കിടന്നിട്ട്. എങ്ങനെയാണ് മരിച്ചേ? വിശന്നിട്ട് പട്ടിണി കിടന്നിട്ട്. ഞങ്ങളെ കോഴ്സിൻ്റെ ഈ കഥയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ശേഷം ആദ്യം പറഞ്ഞ കാര്യം എന്നറിയോ? അന്ന് ആദ്യമായിട്ട് അയാൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കഥ ഈ ബിരിയാണി എന്നുള്ള കഥയാണ്. ഓരോ ദിവസവും നമ്മൾ കുട്ടിക്ക് ഓരോ കഥ പറഞ്ഞു കൊടുക്കുക. ആ കഥയിലൂടെ കുറേ വാല്യൂസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത കോഴ്സാണ് ഒരു കഥ സൊട്ടും എന്നുള്ള കോഴ്സ്. 150 കഥകളാണ് ആ കോഴ്സിലുള്ളത്. അതിൽ 100-ലേറെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കഥകളാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുക. ആ കഥകൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കുഞ്ഞു കോഴ്സ് പോലെ സെറ്റ് ചെയ്തൊരു സംഗതിയാണ്. ചെറിയൊരു ഫീസും അതിലുണ്ട്. 3000 ഫീസ്. പക്ഷേ ഇപ്പോൾ ഓഫർ റേറ്റിൽ 1000 ആ കോഴ്സ് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എല്ലാ ദിവസവും കുട്ടികൾക്ക് കഥ പറഞ്ഞൊരു കൾച്ചർ ബിൽഡ് ചെയ്യുക.